Dear students, welcome to the first class on coordinates of 10th standard mathematics. You have learned what is number line. If we consider such two mutual perpendicular number lines and place it on a level surface, we can give the address to every points on that surface. രണ്ട് മ്യൂച്വൽ പെർപെൻഡിക്കുലർ നമ്പർ ലൈൻസ് ഉപയോഗിച്ചിട്ട് ഒരു സർഫസിലുള്ള ഏത് പോയിന്റിനും നമുക്ക് അഡ്രസ്സ് കൊടുക്കാൻ കഴിയും. തിരിച്ച് ഒരു അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിനെ പ്ലോട്ട് ചെയ്യാനും ആ അഡ്രസ്സിൽ ഒരു പോയിന്റിനെ പ്ലോട്ട് ചെയ്യാനും നമുക്ക് കഴിയും. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയുടെ സർഫസ് പരിഗണിക്കുകയാണെങ്കിൽ യു ഹാവ് ലേൺഡ് ഇൻ ദി SS ക്ലാസ്സസ്, ദാറ്റ് ഈസ് ഇഫ് യു കൺസിഡർ ദി സർഫസ് ഓഫ് ദി എർത്ത് എവരി പ്ലോട്ട് ക്യാൻ ബി addressed, can be given by an address in terms of latitudes and longitudes. ഭൂമിയുടെ സർഫസിനെ നമ്മൾ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് വരച്ച കുറെ ഇമേജിനറി ലൈൻസ് കൊണ്ട് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് കുറെ ഇമേജിനറി ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇക്വേറ്ററിന് പാരലലായിട്ട് കുറെ ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ലൈൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എവരി റീജിയൻ ക്യാൻ ബി ഗിവൺ ബൈ ആൻ അഡ്രസ്. ഓരോ ഭൂമിയുടെ മുകളിലുള്ള ഓരോ പ്ലേസിനും ഒരു അഡ്രസ്സ് ലാറ്റിറ്റ്യൂഡ്സിന്റെ ലോങ്ങിറ്റ്യൂഡ്സിന്റെ ടേംസിൽ നമ്മൾ പറയാൻ പറ്റും. ഗൂഗിൾ മാപ്പ് ഒക്കെ ഒന്ന് നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പഠനാവശ്യത്തിനുള്ള മാപ്പുകളിലും ഇതേപോലെ ഓരോ സെല്ലുകളായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ടാവും. എവരി സെൽ ഹാസ് ആൻ അഡ്രസ്. ഇങ്ങനെ ഭൂമിയുടെ സർഫസിനെ അഡ്രസ് ഉപയോഗിച്ച് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ IT പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമുക്കറിയാം എവരി സെൽ ഹാസ് ആൻ അഡ്രസ്. നമ്മൾ സെൽ അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് അതിലുള്ള എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന പോലെ ഇവിടെ നമ്മൾ ഒരു ലെവൽ സർഫസിൽ in order to tell the address of points on that level surface, we have to consider two mutual perpendicular lines. Two mutual perpendicular number line, one is the horizontal number line and the other is the vertical number line. The horizontal number line we call it x-axis and the other as y-axis. Okay, അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് പോയിന്റ്സുകൾക്ക് അഡ്രസ്സ് കൊടുക്കുക എന്നും അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്രസ്സിന് നമ്മൾ കോർഡിനേറ്റ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുക. കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാം എന്നും ഒക്കെ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കും. തുടർന്ന് വി വിൽ ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇഫ് ദെയർ കോർഡിനേറ്റ്സ് ആർ ഗിവൺ. വി വിൽ ഫൈൻഡ് ഔട്ട് ദി റീജിയൻ ബൗണ്ടഡ് 3 പോയിന്റ്സ്. 3 പോയിന്റ്സിന്റെ അഡ്രസ് കോർഡിനേറ്റ്സ് തന്നാൽ അവ ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദാറ്റ് 3 പോയിന്റ്സ് ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെയുള്ള പഠനമാണ് ഈ കോർഡിനേറ്റ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ. ഇതുപോലുള്ള പഠനങ്ങളാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളുള്ളത്. ആൻഡ് സോ ബി അറ്റൻറ്റീവ്. എവരി പോയിന്റ് ഓൺ എ പ്ലെയിൻ ക്യാൻ ബി ടോൾഡ് ദെയർ അഡ്രസ് ബൈ മീൻസ് ഓഫ് ടു മ്യൂച്വൽ പെർപെൻഡിക്കുലർ ലൈൻസ്. രണ്ട് മ്യൂച്വൽ പെർപെൻഡിക്കുലർ നമ്പർ ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് പോയിന്റിന്റെയും അഡ്രസ്സ് പറയാൻ കഴിയും. This one is a number line. This one is also a number line. ഇത് നമ്പർ ലൈൻ എന്ന് പറയുന്നത് all numbers, it can be rational or irrational, can be placed on this number line. നമുക്ക് എല്ലാ നമ്പേഴ്സിനും ഇതിൽ പോയി വെക്കാൻ പറ്റും, പക്ഷെ അത് മുഴുവനും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇൻഡിജേഴ്സിനെ മാത്രം ഇതിൽ തൽക്കാലം കുറച്ച് മാർക്ക് ചെയ്യാം. ഫോർ ദാറ്റ് ലെറ്റ് us make some equal intervals on this number line like that. See, some equal intervals are marked on that number line. Then we see this one is the place allotted for 1 like that. ഇതിനെ നമ്മൾ 1 എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ that means this one is the point where the two axes meet. We call it as the origin. ഒറിജിൻ്റെ പോയിന്റിനെ നമ്മൾ 0 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ the distance from this much distance is 1 interval. Therefore this one is the place for 1 like that. This much distance is 2 units, therefore this one is the place for 2 like that. And so all integers 1 2 3 4 5 it can be marked there like that. ഇവിടെ integers മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതർ ഫ്രാക്ഷൻസ് ആൻഡ് ഇറാഷണൽസ് ആർ there on this number line. എന്ന പോലെ ഈക്വൽ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് 1 ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. 2 1 0 then -1 -2 -3 -4 it will be like that. Okay,
Now this one is the positive direction of x-axis. This one horizontal number line, we call it x-axis. This one is the positive direction of x-axis. This one is the negative direction of x-axis. Like that, if we mark equal intervals on the y-axis, this one is y-axis or vertical axis, we will get points on the line like that. When we mark along this way, it will be like that. Let us name the numbers. Let us mark the numbers on this one. This one is the positive direction of y-axis. Therefore, it is 1, 2, 3, 4 like that. See, and so when we go down like this, it will be 0, 1, 0, -1, -2, -3 will be there like that. And so this one is the positive direction of x-axis. We call it x. X ഇവിടെ മാർക്ക് ചെയ്തെങ്കിലും ഇത് ഇവിടെ ആണെന്നല്ല, ഇത് ആ എൻഡിലാണ്. എൻ്റെ എവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ഗോ ഫോർവേഡ്. അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് കണ്ടിന്യൂ ടു ഗോ ദർ, ഇറ്റ് ഹാസ് ടു ഗോ ദർ എന്ന പോലെ ഇതിന് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. സി വി കോൾ ദിസ് വൺ ഈസ് എക്സ്, ഹിയർ ഇറ്റ് ഈസ് എക്സ് ഡാഷ് എന്ന പോലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ എൻഡിനെ നമുക്ക് വൈ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇറ്റ് ഈസ് വൈ ഡാഷ്. വൈ ഡാഷ് ഈസ് ദി നെയിം ഫോർ വൈ ആക്സിസ്, എക്സ് ഡാഷ് ഈസ് ദി നെയിം ഫോർ എക്സ് ആക്സിസ്. നമുക്ക് ഒരു പോയിന്റിനെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാം. ലെറ്റ് us മാർക്ക് എ പോയിന്റ്. ഞാനിവിടെ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യണം. സി ദിസ് പോയിന്റ്, വാട്ട് ഈസ് ദി അഡ്രസ് ഓഫ് ദാറ്റ് പോയിന്റ്? ഈ പോയിന്റിൻ്റെ അഡ്രസ്സ് എന്താണ്? ഈ പോയിന്റിൻ്റെ അഡ്രസ്സ് പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ഫ്രം ദാറ്റ് പോയിന്റ് ടു എക്സ് ആക്സിസ്. വെൻ വി ഹാവ് ഡ്രോൺ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. Then we have to drop a perpendicular to y-axis. It will be like that. The number obtained from the x-axis, where the foot of the perpendicular fall on x-axis, that number, it is 2. The number obtained from the y-axis, it is 3. We will write that two numbers got from axis. First from x-axis, then from the secondary, that is from y-axis. We will write these two numbers in a symbol bracket by putting a comma in between them. Therefore, it will be 2, 3. That is the address of this point. This 2, 3 is the address of this point. In other words, this 2, 3 is the coordinates of this point. This 2 is called as the x coordinate or first coordinate. Then 3 is called as the second coordinate or y coordinate, like that. Now, I think that you have understood how the address of a point can be given. ഒരു പോയിന്റിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഞാൻ വേറൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാണ്. സി, ഒരു പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. യു ഹാവ് ടു ടെൽ ദി അഡ്രസ് ഓഫ് ദിസ് പോയിന്റ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി അഡ്രസ് ഓഫ് ദിസ് പോയിന്റ്? ഫോർ ദാറ്റ് യു ഹാവ് ടു ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ഫസ്റ്റ് ടു എക്സ് ആക്സിസ്, then to y-axis. From that point you have to drop two perpendicular, first to x-axis, then to y-axis. Now where that foot of the perpendicular fall on x-axis, what number you get from the axis, and that those numbers are written in a symbol bracket by putting a comma. Then the first number is taken from the x-axis, that is 4. The second number is taken from the y-axis, that is -1. Therefore, when it is written as the address, it is 4 - 1 is the address, or it is the coordinate of this point. This 4 - 1 is the address of this point. In other words, that is the coordinates of this point. 4 is the x coordinate or first coordinate. This one is the second coordinate or y coordinate. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിൻ്റെ അഡ്രസ്സ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഒരു അഡ്രസ്സ് തന്നാൽ പോയിന്റിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യും? ഒരു അഡ്രസ്സ് തന്നാൽ എങ്ങനെ ഒരു പോയിന്റിനെ പ്ലോട്ട് ചെയ്യും? സപ്പോസ് ഹിയർ ഐ എം ഗിവിംഗ് യു ആൻ അഡ്രസ്. ഇറ്റ് ഈസ് -3, 1. -3, 1 tells you that then the foot of the perpendicular is at -3. Where is -3? -3, 1 എന്ന് പറയുമ്പം എക്സ് ആക്സിസിലുള്ള നമ്പറാണ് -3. ഇറ്റ് ഈസ് ഹിയർ. അപ്പോൾ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഇവിടെയാണ്. എന്നാൽ ഈ പെർപെൻഡിക്കുലർ വീണത് ഈ പോയിന്റിലാണെന്ന് അർത്ഥം. ഓക്കെ, ആൻഡ് സോ എ പെർപെൻഡിക്കുലർ ഈസ് fallen at this point mean that perpendicular can be somewhere on this line. ഈ ലൈനിൽ എവിടുന്നോ ആണ് പെർപെൻഡിക്കുലർ ചെന്ന് പോയിട്ടുള്ളത്. Okay, now its y coordinate is 1 mean here the foot of the perpendicular has fallen on this 1. Y axis ലെ 1-ൽ ചെന്നിട്ടാണ് foot of the perpendicular വീണെന്ന് പറയുമ്പോൾ ഈ 1-ലൂടെ y axis-ൽ വരച്ച പെർപെൻഡിക്കുലറിൽ നിന്നാണ്, ഇതിലെ ഏതോ ഒരു പോയിന്റിൽ നിന്നാണ് പെർപെൻഡിക്കുലർ ചെന്ന് പോകുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് that point
should be on this line, and on this line mean it should be at the point of intersection, and so this point is the point -3 1 എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള പോയിന്റ് ഇതാണ്. ഓക്കെ, നമുക്ക് ഈ പെർപെൻഡിക്കുലർ ലൈൻസ് അവിടെ കാണിച്ചു കൊടുക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പോയിന്റ് തന്നാൽ അഡ്രസ്സ് എങ്ങനെ പറയും, മറ്റൊന്ന് അഡ്രസ്സ് പറഞ്ഞാൽ പോയിന്റിന് നമ്മൾ കണ്ടെത്തി. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നൗ ലെറ്റ് us have some notes written. For that, first of all, draw such a figure in your notebook. This one is x-axis, y-axis, and that means they are number lines. Mark numbers on that two lines. Mark these 2 points as I have shown. Then write their coordinates here like that. Then write these notes. First, in order to tell the address of points, we have to consider 2 mutual perpendicular number line, the horizontal axis and the vertical axis. The horizontal axis is x-axis and the vertical axis is y-axis. Write that one as your first point. Okay, now to plot points on a plane, we have to drop a perpendicular first to x-axis, then to y-axis. The number obtained from x-axis is written first, then the number from y-axis is written second, then these 2 numbers are separated by a comma and they are put inside a bracket. These 2 numbers are called coordinates of the point. Okay, write down that one as the second point. Write down these 2 points in your notebook. Pause the video and write down these things. Let us go back to the figure again. See, now next, here I am going to draw a line parallel to x-axis. This one is x-axis. Here I am going to draw a line parallel to x-axis, and so that line passed through 2 on this y-axis. See, if I draw such a line, this line is parallel to x-axis. It passed through 2 of y-axis. When I mark a point here somewhere on that newly drawn line, a point is there here. Let us mark the coordinate of that point. For that, first of all, drop a perpendicular to x-axis. The number obtained from x-axis is 1. The number obtained from y-axis will be 2. We need not to drop a perpendicular to y-axis, as this one itself acts as the perpendicular drawn to y-axis. ഇനി വേറൊരു പെർപെൻഡിക്കുലർ വരച്ച് വെക്കേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സ്-ആക്സിസിൽ നിന്ന് കിട്ടിയത് ആദ്യം പറയുമ്പോൾ 1 2. ദി കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് ഈസ് 1 2. ഓക്കെ, നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് ഈ ലൈനിലുള്ള ഡിഫറെൻറ്റ് പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതി കഴിയുമ്പം ആ കോർഡിനേറ്റ്സിന് വല്ല പ്രത്യേകതയുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ്. Okay, now let us mark a point here somewhere, then drop a perpendicular to x-axis to mark its, to get its x coordinate. Then it fall at 3, therefore its x coordinate is 3 and y coordinate again 2, therefore the coordinate of that point is 3 2. Now if we mark some other point here, let that perpendicular fall in the very middle of 4 and 5. 4 and 5 കൃത്യം നടുക്ക് ഒരു പെർപെൻഡിക്കുലർ ചെന്ന് വീഴുന്ന രീതിയിൽ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ക്ലിയർലി 4.5 ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ട് 4.5 വീണത് എങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 4.5 ആണ്. വൈ കോർഡിനേറ്റ് അഗെയിൻ 2. Therefore its coordinates are 4.5 and 2. See, its coordinates are 4.5, 2. Its coordinates are 4.5, 2. അപ്പം ഈ ലൈനിലെ ഏത് പോയിന്റിൽ നിന്നും നമ്മൾ ഏത് പോയിന്റിൻ്റെയും കോർഡിനേറ്റ്സ് എഴുതാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി ദി വൈ കോർഡിനേറ്റ്സ് വിൽ ബി 2. ഓക്കെ, അത് 2 ആകാൻ കാരണം ഈ ലൈന് എക്സ് ആക്സിന് പാരലലാണ്, അതുകൊണ്ട് വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ വരച്ചാൽ തീർച്ചയായിട്ടും അത് 2-ൽ ചെന്നായിരിക്കും വീഴുക. ഓക്കെ, നമ്മൾ ഇനി ഈ സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ -3-ൽ ചെന്ന് വീഴുന്ന രീതിയിൽ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, when drop a perpendicular from there to x-axis, it fall at -3, therefore the coordinate of this point is -3 2, like that. Therefore ഇവിടുന്ന് നമുക്ക് മനസ്സിലാണ്, if we draw a line parallel to x-axis, then all points on that line will get their y coordinates same.
എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഏത് ലൈൻ എടുത്താലും ആ ലൈനിലെ പോയിന്റ്സിന്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും എന്നർത്ഥം. അതായത് ഇവിടെ 2 ആണ് എന്നർത്ഥം. അത് നമ്മൾ ഈ 4-ലോടായിരുന്നു വരച്ചത് എങ്കിൽ എക്സുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ വൈ കോർഡിനേറ്റ്സ് എല്ലാം 4 ആയിരിക്കും. അത് ഈ -3-ലൂടെ വരച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ all x coordinates will be different, but y coordinates will be -3 like that. Therefore, if we draw a line parallel to x axis, then all points on that line will get their y coordinates fixed or y coordinates same. എന്ന പോലെ നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ട് വൈ ആക്സിസിന്, ഇതാണ് വൈ ആക്സിസ്, അതിന് പാരലായിട്ടുള്ള ലൈന് നമ്മൾ ഏതിലൂടെ വരച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ -1-ലൂടെ ഒന്ന് വരച്ച് നോക്കാം. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഏത് പോയിന്റ്, നമ്മൾ ഇവിടെ ഉള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കുക, അതിൻ്റെ കോർഡിനേറ്റ്സ് പറയാൻ ഇനി എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കണ്ട, ബിക്കോസ് ഓൾറെഡി ഇറ്റ് ഈസ് ദർ. ഇങ്ങോട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ we see it fall to 1. Therefore, to tell the address of this point, first of all we have to take the number from x axis. അത് -1 ആണ്. Therefore, the coordinate of this point is -1 1. ഓക്കെ, നമ്മൾ കുറച്ച് ഇവിടെ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 3-ൽ ചെന്ന് വീഴുന്ന രീതിയിലുള്ള ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന, നമുക്ക് എക്സ് ആക്സിസിലേക്ക് വരക്കേണ്ടതില്ല, വൈ ആക്സിസിലേക്ക് വരച്ചാൽ ദി കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് അഗെയിൻ ഇറ്റ് ഈസ് -1 3 ലൈക്ക് ദാറ്റ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ഈ പോയിന്റിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരച്ച് കഴിഞ്ഞാൽ അത് -2-ൽ ചെന്ന് വീഴും. അഗെയിൻ എക്സ് കോർഡിനേറ്റ് ഈസ് -1. Therefore it is -1, ഇതിൻ്റെ -1 -2 will be there then. -1 -2. അപ്പോൾ ഈ ലൈനിലുള്ള ഏത് പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ്സ് -1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഏത് ലൈന് വരച്ച് കഴിഞ്ഞാലും അവിടെ നിന്ന് എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ഒരു ഫിക്സഡ് പോയിന്റ് കിട്ടുള്ളൂ. കാരണം ഓൾ പെർപെൻഡിക്കുലേഴ്സ് ഫോൾ അറ്റ് എ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈന് വരച്ചാൽ, ഇതുപോലെ ഒരു ലൈന് വരച്ചാൽ ഓൾ വൈ കോർഡിനേറ്റ്സ് ആർ സെയിം. വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈന് വരച്ചാൽ ഓൺ ദാറ്റ് ലൈൻ ഓൾ എക്സ് കോർഡിനേറ്റ്സ് വിൽ ബി സെയിം. എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ, എക്സ് ആക്സിസിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും, വൈ ആക്സിസിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എഴുതാനുള്ളൊരു നോട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം രണ്ട് പോയിന്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ സെയിം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഏതോ രണ്ട് പോയിന്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് പോയിന്റ്സും വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനിൽ നിന്നെടുത്തതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, എന്ന പോലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനിൽ നിന്ന് എടുത്ത രണ്ട് പോയിന്റ്സ് ആണ് എന്ന് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. രണ്ട് പോയിന്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റ്സ് നിലകൊള്ളുന്നത് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിലാണ് എന്നും, രണ്ട് പോയിന്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പോയിന്റ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്, അതിൻ്റെ കോർഡിനേറ്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ അതും രണ്ട് പോയിന്റ്സ് കൊണ്ടാണ്, രണ്ട് കോർഡിനേറ്റ്സ് കൊണ്ട് തന്നെയാണ് അതും പറയേണ്ടത്. അത് എക്സ് ആക്സിസിൽ തന്നെ ആയതുകൊണ്ട് ഇനി പെർപെൻഡിക്കുലർ വരച്ച് വെക്കണ്ട. വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് 0-ൽ ചെന്നാൽ വീഴുക, ഇവിടെ നിന്നും വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ 0-ൽ ചെന്നാൽ വീഴുക. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകളിലെ ഈ എക്സ് ആക്സിസിലെ ഏത് പോയിന്റിൽ നിന്നും നമ്മൾ വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വെച്ചാൽ 0-ൽ ചെന്ന് വീഴുന്നത് കൊണ്ട് ഈ പോയിന്റുകളുടെയൊക്കെ വൈ കോർഡിനേറ്റ്സ് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ നമ്പർ 1 0 ആയിരിക്കും. സി ലൈക്ക് ദാറ്റ്, ദിസ് വൺ വിൽ ബി 2 0, ദിസ് വൺ വിൽ ബി 3 0 ലൈക്ക് ദാറ്റ്. ഇനി എഴുതേണ്ടതില്ല. ദിസ് വൺ 4 0 5 0. ഇതിൻ്റെ ഇടയിലുള്ള കൃത്യം നടുക്കുള്ളൊരു പോയിന്റ് ആണെങ്കിൽ 3.50 ലൈക്ക് ദാറ്റ്. ഇവിടെയുള്ള ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് -3 0 ലൈക്ക് ദാറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ all points on x-axis get their y coordinates 0. x-axisലുള്ള ഏത് പോയിന്റിൻ്റെയും y coordinates 0 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് y കോർഡിനേറ്റ് 0 ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിലാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. എക്സ് ആക്സിസിലെ കോർഡിനേറ്റ്സ് ആണ്, എക്സ് ആക്സിസിലെ പോയിന്റ്സിനാണ് y കോർഡിനേറ്റ്സ് 0 കിട്ടുക. എന്ന പോലെ വൈ ആക്സിസിലൊരു പോയിന്റ് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പരിഗണിക്കാം. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് പറയുകയാണെങ്കിൽ ആദ്യം എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കണം, അത് 0-ൽ ചെന്ന് വീഴും. വൈ ആക്സിസിന് ഇനി പെർപെൻഡിക്കുലർ വരക്കാനില്ലാതെ, ബിക്കോസ് ഇറ്റ് ലൈസ് ഓൺ വൈ ആക്സിസ്, ദെയർഫോർ ദി
coordinates of this point, first from x-axis, it is 0, 4. It is 0, 4. See, 0, 4. And നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ what about this one? It is 0, -3 like that. 0, -3. ആദ്യം എക്സ് കോർഡിനേറ്റ് പറയണം. 0, -3. അപ്പോൾ ഈ ലൈനിലുള്ള, അതായത് വൈ ആക്സിസിലുള്ള ഏതൊരു പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് 0 ആയിട്ട് വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ അതിലുള്ള എല്ലാ വൈ കോർഡിനേറ്റും സെയിം ആയിരിക്കണം. അപ്പം എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കണം. എക്സ് ആക്സിസ് തന്നെ ആണെങ്കിലും വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കണം. അപ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കണം, അത് 0 ആണ്. എന്നപോലെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതിൽ എക്സുകൾ ഈക്വൽ ആയിരിക്കണം, എക്സുകൾ സെയിം ആയിരിക്കണം. അപ്പം അത് വൈ ആക്സിസ് തന്നെ ആണെങ്കിലും എക്സുകൾ സെയിം ആകണം. ആ എക്സുകൾ 0 ആണ് എന്ന് ഇവിടെ. ഓക്കെ, ആ എക്സുകളെല്ലാം 0 ആണ്. സി, ഇനി ഈ പോയിന്റ്, this one is the origin where the two axes meet. What is the coordinate of that point? This point, it is 0, 0. That is, the coordinates of the origin is 0, 0. എങ്ങനെ അത് 0, 0 വന്നതെന്ന് ആലോചിച്ചോളൂ. ഇത് എക്സ് ആക്സിസിലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആണ്. ഈ പോയിന്റ് വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആകണം. 0, 0 ഈസ് ദി ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതികളെ സംബന്ധിച്ച്, ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിക്കുന്ന നോട്ട്സ് നമ്മൾ എഴുതുന്നതിന് മുമ്പ് അത് എഴുതുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ലൈനും എക്സ് ആക്സിന് പാരലായിട്ട് ഇങ്ങനെ വൈ ആക്സിന് പാരലായിട്ടുള്ള 2 ലൈൻസ് വരച്ച് അതിൽ പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫോർ ദാറ്റ് യു ഹാവ് ടു ഡ്രോ സച്ച് എ ഫിഗർ ഫസ്റ്റ്, ദെൻ മാർക്ക് ഓൾ ദീസ് പോയിന്റ്സ് ആൻഡ് write their coordinates as shown in the figure very neatly. Then write down these notes in your notebook. See, at first what we have found here, we find at first all points on a line which is parallel to x-axis get their y coordinates same. Write that one as your first note. Okay, like that all points on a line parallel to y-axis get their x coordinates same. That is the second one. പിന്നീട് നമ്മൾ കണ്ടത് എന്തായിരുന്നു? നമ്മൾ കണ്ടത് എക്സ് ആക്സിസിലെ പോയിന്റ്സിനെല്ലാം വൈ കോർഡിനേറ്റ്സ് 0 ആണെന്നും ഓൾ പോയിന്റ്സ് ഓൺ എക്സ് ആക്സിസ് ഗെറ്റ് ദിയർ വൈ കോർഡിനേറ്റ്സ് 0. ലൈക്ക് ദാറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദി വൈ ആക്സിസ് ഗെറ്റ് ദിയർ എക്സ് കോർഡിനേറ്റ്സ് 0. പിന്നീട് നമ്മൾ കണ്ടത് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഒറിജിൻ ഈസ് 0, 0. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇഫ് 2 points get their y coordinates same, we have to understand that 2 points are lies on a line parallel to x-axis. If 2 points get their x coordinates same, we have to understand that 2 points lie on a line parallel to y-axis. ഓക്കെ, ഇതും കൂടി നിങ്ങളുടെ നോട്ട്സിൽ ചേർക്കുക. If 2 or more points get same y coordinate, we see those points lie on a line parallel to x-axis. If 2 or more points get their x coordinate same, mean we conclude those points lie on a line parallel to y-axis. ഓക്കെ, 2 പോയിന്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആണെന്ന് വന്നാൽ ആ പോയിന്റ്സ് നിലകൊള്ളുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലാണ് എന്നും 2 പോയിന്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സ് നിലകൊള്ളുന്നത് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലാണെന്ന് മനസ്സിലാക്കാം. വൈ കോർഡിനേറ്റ് സെയിം മീൻ ദോസ് പോയിന്റ്സ് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ആ 2 പോയിന്റ്സുകൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈന് വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും. ഓക്കെ, ലെറ്റ് us write these 2 as a note. If 2 points get their y coordinate same, mean that 2 points must lie on a line parallel to x-axis. Like that 2 points get their x coordinate same, mean those 2 points must lie on a line parallel to y-axis. Write these 2 things in your note. Pause the video and write down these 2 notes there. Okay, now see, here you have learned a chapter named real numbers or number line in the 9th standard. Here a number line is drawn. 0 is there here. 1, 2, 3, 4, and it continues and it has to go to right. Like that is 0 when 1 is subtracted, -1, -2, -3 ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. You know how to mark to root 2, root 3, root 5 such irrational numbers,
ഹൗ ക്യാൻ വി മാർക്ക് ഓൺ ദിസ് നമ്പർ ലൈൻ ലൈക്ക് ദാറ്റ്? ഇറാഷണൽ നമ്പേഴ്സ് ഇതിൽ ന്യൂ നമ്പേഴ്സ് നിങ്ങൾ ഈ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചർച്ച അതല്ല ഇവിടെ. നമ്മൾ ഇവിടെ 1 എന്ന് എഴുതിയതിൻ്റെ കാരണം ദ ഡിസ്റ്റൻസ് ഫ്രം 0 ടു ദാറ്റ് പോയിന്റ് വേർ 1 ഈസ് റിട്ടേൺ ഈസ് 1 യൂണിറ്റ്. 2 എന്ന് എഴുതിയ പോയിന്റിലേക്ക് 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആയതുകൊണ്ടാണ് അവിടെ 2 എന്ന് എഴുതിയത്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം 0 ടു 3 ഈസ് 3 യൂണിറ്റ്സ് എന്ന് പറയാം. 0 മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം 0 ടു 3 ഈസ് 3 യൂണിറ്റ്സ്. ഓക്കെ, അതിനിങ്ങനെയും പറയാം. ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് 3 ഈസ് 3 യൂണിറ്റ്സ്. ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് 3 ഈസ് 3 യൂണിറ്റ്സ്. അതിനെ സിംബോളിക്കാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് 3. Let us have it written like this. Absolute value of 3 is like this. Absolute value of 3 is 3 units. Is equal to 3 units. ഇതിൻ്റെ അർത്ഥം ഡിസ്റ്റൻസ് ഫ്രം 0 to 3 that is 3 units. വേറെ രീതി പറഞ്ഞല്ല, ഇതിനെ നമുക്ക് സിംബോളിക്കാക്കി ഇങ്ങനെ എഴുതാം. This one is read as absolute value of 3 is 3 units. Okay. Therefore, what about the distance from 0 to 4? We call it distance from 0 to 4 is 4 units, or in other words, absolute value of 4 is 4 units എന്ന് പറയാം. എന്ന പോലെ what about the distance from 0 to -2? Distance from 0 to -2, 0 മുതൽ -2 വരെയുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആണെന്ന് പറയാം. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും 0യിൽ നിന്ന് -1ലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആണ്. 0യിൽ നിന്ന് -2ലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. 0യിൽ നിന്ന് -3ലേക്കുള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് -2 ഈസ് 2 യൂണിറ്റ്സ്. 0യിൽ നിന്ന് -2ലേക്കുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആണെന്ന് പറയുന്നതാണ് ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് -2 ഈസ് 2 യൂണിറ്റ്സ്. അതിനെ സിംബോളിക്കാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് -2. Absolute value of -2 is equal to 2 units. Okay, absolute value of -2 is equal to 2 units. ഇതിൻ്റെ അർത്ഥം 0യിൽ നിന്ന് -2ലേക്കുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആണെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്? വാട്ട് അബൌട്ട് ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്? ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്തായിരിക്കും എന്നർത്ഥം? 0യിൽ നിന്ന് absolute value of 3 tells us distance from 0 to 3, that is 3. Distance from 0 to -2 is absolute value of -2, that is 2. Then what about absolute value of x? അപ്പോൾ ഒരു കാര്യം, 0യിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് ഈ 1 തന്നെ, 0യിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് 2 തന്നെയാണ്, 0യിൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് 3 തന്നെ. Therefore absolute value of 3 is equal to 3, absolute value of 4 is equal to 4, absolute value of 5 is equal to 5 എന്ന് എഴുതുന്ന പോലെ absolute value of x is equal to x എന്ന് തന്നെ എഴുതാം നമുക്ക്. absolute value of x is equal to x തന്നെയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. absolute value of 3 is equal to 3 അല്ലെങ്കിൽ absolute value of 4 is equal to 4 എന്നൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് എല്ലാം നിലകൊള്ളുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കണം. ഇങ്ങനെ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ absolute value of -2 is equal to 2 എന്നാണ് എഴുതിയത്. ഉള്ളിലുള്ള നമ്പറിൻ്റെ നെഗറ്റീവ് ആക്കിയിട്ടാണ് ഇവിടെ എഴുതിയത്. ഇവിടെ അതിൻ്റെ നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കിയിട്ടാണ് എഴുതിയത്. ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് എക്സ് ഇറ്റ് സെൽഫ്. ഫോർ ദാറ്റ് എക്സ് ഷുഡ് ബി എ പോസിറ്റീവ് നമ്പർ. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. 0ൻ്റെ മുകളിലുള്ളൊരു നമ്പർ ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് 2 തന്നെയാണ്, 0യിൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് 3 തന്നെയാണ് എന്നൊക്കെ പറയുന്ന പോലെ 0 to x ഈസ് എക്സ് ആയിരിക്കും ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ 0ൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏതൊരു സ്ഥലത്ത് നിന്നും ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 0യിൽ നിന്ന് ആ നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ നമ്പറിന് അങ്ങനെ എഴുതിയാൽ മതി. ബട്ട് ദി ഡിസ്റ്റൻസ് ഫ്രം 0 to -2, ഡിസ്റ്റൻസ് ഫ്രം 0 to -2 എന്ന് പറയുന്നതാണ് ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് -2 എന്ന് പറയുന്നത്. അപ്പം -2ലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ടാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഫ്രം 0 to -3 എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് -3 എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആക്കി 3 ആണെന്ന് പറയാം. എന്ന പോലെ ഡിസ്റ്റൻസ് ഫ്രം 0 to x, എക്സ് ഇവിടെ നിന്നാണ് എടുത്തതെന്നുണ്ടെങ്കിൽ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ എക്സ് എടുത്തത് എങ്കിൽ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്തായിരിക്കും? നമ്മളെടുത്ത എക്സ് ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഇതുപോലെ -3 ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം 0 to -3 ആണെങ്കിൽ 3 എന്ന് പറയുന്ന പോലെ
ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് എന്തായിരിക്കും പറയുക? ഇവിടെ നമ്പർ ഏതാണെങ്കിലും ശരി നമ്മൾ അതിൻ്റെ നെഗറ്റീവ് പറയണം. അപ്പോൾ ഈ എക്സ് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു നമ്പറാണ്. എക്സ് സീറോയിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഈ എക്സ് നെഗറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവായ നമ്പറിനെ അങ്ങനെ തന്നെ ഈക്വൽ ടു എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ നെഗറ്റീവോട് കൂടി പറയുക എന്നുള്ള അർത്ഥമായിരിക്കും കിട്ടുക. ദെയർഫോർ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സീറോയിൻ്റെ അപ്പുറത്തുള്ളൊരു നെഗറ്റീവ് നമ്പറിൻ്റെ ആബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആക്കി പറയണം. എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പോസിറ്റീവ് ആക്കണം. ഈ എക്സിനെ പോസിറ്റീവ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എക്സ് നെഗറ്റീവാണ്. ഈ എക്സ് നെഗറ്റീവായ നമ്പറിനെ പോസിറ്റീവ് ആക്കാൻ അതിനൊരു നെഗറ്റീവും കൂടി കൊടുത്താൽ മതി. ദെയർഫോർ ആബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയണം. എങ്ങനെയാണെങ്കിൽ ഇഫ് എക്സ് goes to left side of 0 or it is less than 0, if x is less than 0 at that time this absolute value of x is equal to minus x. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഞാനൊന്ന് ഓർമ്മാക്കിയത് മാത്രം. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം 0 ടു പറയുമ്പം അത് പോസിറ്റീവ് ഡയറക്ഷനിലുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഡിസ്റ്റൻസ് ഫ്രം 0 ടു ദാറ്റ് നമ്പർ അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോയത് എങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ്, അപ്പോഴും ഡിസ്റ്റൻസ് പോസിറ്റീവ് ആക്കണം എന്നാണ് ഈ പറയുന്നത്. നമ്പർ നെഗറ്റീവ് ആണെങ്കിലും ഇവിടെ ഈ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന നമ്പർ നെഗറ്റീവാണ്. നമ്പർ നെഗറ്റീവായ നമ്പറിനെ അങ്ങനെ തന്നെ പറയരുത്. ആ എക്സ് എന്നാണ് ഈ എക്സ് നെഗറ്റീവോട് കൂടിയുള്ള നമ്പറിന് ഒരു നെഗറ്റീവും കൂടി കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. Test. Now let us find the distance between 2 points. How can we find out the distance between 2 points? At first we will take that 2 points on the positive direction of x-axis. Then we will find a method, we will find a result to get the distance between 2 points. If that 2 points on the left side of the ഒറിജിനിൻ്റെ ലെഫ്റ്റ് സൈഡിലായി എക്സ് ആക്സിസിലുള്ള 2 പോയിന്റ്സ് ആണ് അത് എങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദറ്റ് 2 പോയിന്റ്സ് ഇഫ് വൺ ഈസ് അറ്റ് ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് ദി അതർ ഈസ് അറ്റ് റൈറ്റ് സൈഡ്? എല്ലാത്തിനും ഒരേ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ കാണാം എന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എക്സ് വൈ ആക്സസിൽ അല്ലാതെ എവിടെയെങ്കിലും 2 പോയിന്റ്സ് വന്നാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം എന്ന് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അറ്റ് ഫസ്റ്റ് ലെറ്റ് us take 2 points on the positive direction of x-axis. x-axisൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള 2 പോയിന്റ്സിനെ എടുത്തിട്ട് നമുക്ക് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം എന്നാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോർ ദറ്റ് ഹിയർ ലെറ്റ് us mark 2 points on the positive direction of x-axis. ഞാൻ x-axisൻ്റെ 2ലും ഈ 5ലും 2 പോയിന്റ്സിനെ മാർക്ക് ചെയ്യാണ്. Let 1 point is there here, the other point is there here, like that. That I have marked 2 points. How can we find out the distance between these 2 points? ഈ എ എന്ന് പറയുന്ന പോയിന്റ് 2 ആണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഇറ്റ്സ് കോർഡിനേറ്റ് ഈസ് 2 0 ആൻഡ് ദി അതർ ഈസ് 5 0 ആണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 2ഉം 5ഉം അല്ല. എക്സാക്സിസിൻ്റെ എവിടെന്നെങ്കിലും 2 പോയിന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോർഡിനേറ്റ്സ് ലെറ്റ് us give it as x1 0 ആൻഡ് b it is x2 0 like that. ഓക്കെ, നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. x2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും x1-നേക്കാൾ ലാർജറാണ്. ഈ സൈഡിൽ നിന്നാണ് എടുത്തത്. x2 ലാർജർ ആയിട്ടാണ് നമ്മളിവിടെ എടുത്തത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, എ ബി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ദാറ്റ് ഈസ് എ ബി നമുക്കത് കൗണ്ട് ചെയ്തെടുക്കാം. 1 2 3 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 3 യൂണിറ്റ്സ്. അത് വളരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ പ്രശ്നം ഈ ഒരു കേസിൽ എങ്ങനെ ഡിസ്റ്റൻസ് കാണാം എന്നുള്ളതല്ല. ഹൗ ക്യാൻ വി ഗെറ്റ് ദി ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓൺ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിൽ ഏത് 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, നൗ if x1 0 and x2 0 are 2 points, we see the distance between them. അതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ 2 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം 2 എഴുതിയിട്ടുള്ളത് ഡിസ്റ്റൻസ് ഫ്രം 0 ടു ദാറ്റ് പോയിന്റ് 2 ഈസ് 2 യൂണിറ്റ്സ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 5 എന്ന് എഴുതിയെടുത്തേക്ക് ഡിസ്റ്റൻസ് ഫ്രം 0 ടു ദിസ് പോയിന്റ് ഈസ് 5 യൂണിറ്റ്സ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 5 ആണ്, ഈ ഡിസ്റ്റൻസ് 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ ദി റിമൈനിങ് ഡിസ്റ്റൻസ് ഈസ് എ ബി എന്ന് പറയുമ്പം എ ബി ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് 5 minus 2. ദറ്റ് ഈസ് 5 minus 2. വി നോ ദറ്റ് 1 ഈസ് നത്തിങ് ബട്ട് 3. അത് 3 ആണെന്ന് നമുക്ക് മനസ്സിലായി.
ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കണം. ഇനി ജനറൽ കേസാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വി നോ ഇത് ഈ x1 0 x2 0 ഈ രണ്ട് പോയിന്റ്സ് അല്ല, മറ്റെവിടെയെങ്കിലുള്ള രണ്ട് പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി ഈസ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് x2 ആണ്. ഓക്കെ, x1 എന്നിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ 0 to that point, the distance up to that point is x1. അപ്പം റിമൈനിങ് ഡിസ്റ്റൻസ്, അതിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് x2ൽ നിന്ന് x1 മൈനസ് ചെയ്തത്. ഓക്കെ, ദെർഫോർ എ ബി ഈസ് x2 മൈനസ് x1. x2 എന്ന് പറയുന്നത് ഇവിടെ ലാർജർ നമ്പറും x1 സ്മോളറുമാണ്. x2 ലാർജർ ആണെന്ന് പറയാൻ കാരണം ഈ സൈഡിലുള്ളതൊക്കെ, ഈ പോയിന്റിൻ്റെ ഈ ഭാഗത്ത് വരുന്ന റൈറ്റ് സൈഡിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ ലാർജർ ആയിരിക്കും. ദെർഫോർ എ ബി ഈസ് ഈ x2 മൈനസ് x1 എന്നുള്ളതിനെ നമ്മൾ ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ എന്ന് എഴുതി വെക്കാം. നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇവിടെ കിട്ടിയ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഏത് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ മൈനസ് ചെയ്താൽ മതി എന്ന് മനസ്സിലായി. ആ കാര്യം ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. രണ്ട് പോയിന്റ്സ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു പോയിന്റ് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഒരു പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഓക്കെ, ഒരു പോയിന്റ് ഞാൻ ഇതിനെടുത്തു. -3 ഒരു പോയിന്റ്, ജനറലായിട്ട് പറയുകയാണെങ്കിൽ അതാണ് x1 0 എന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ x2 ഇതിനേക്കാൾ വലിയൊരു നമ്പറായിട്ട് എടുക്കണം. നേരത്തെ നമ്മൾ x1 എന്ന് പറയുന്നത് ചെറുതും x2 വലുതുമായിരുന്നു. ഇനി ഇവിടെയും ഞാൻ x2 വലുതാക്കി എടുക്കുകയാണ്. x2 വലുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ x2നെ അവിടെ നിന്ന് എടുക്കണോ ഇവിടെ നിന്ന് എടുക്കണോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി -3 which is larger, -3 or -4. ലാർജർ നമ്പർ ഈസ് -3. ലാർജർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇങ്ങേ ഭാഗത്ത് നിൽക്കണം. -3നേക്കാളും ലാർജർ ആയതുകൊണ്ട് -2 ഇവിടെയാണുള്ളത്. -2നേക്കാളും ലാർജറാണ് -1. അപ്പോൾ x1നേക്കാളും ലാർജറാണ് x2 എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. x2 നിലകൊള്ളേണ്ടത് ഇങ്ങോട്ടായിരിക്കും. ഞാനത് ഇവിടെയാണെന്ന് സപ്പോസ് ചെയ്യാം. ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി x2 0. ഓക്കെ, ഈ പോയിന്റ് ഇൻഫാക്ട് ദിസ് പോയിന്റ് ഈസ് -3 0 ആൻഡ് ദിസ് പോയിന്റ് ഈസ് -1 0. ഓക്കെ, ഇവത്തെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബി നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. കൗണ്ട് ചെയ്തെടുക്കാനുള്ള 2 യൂണിറ്റ്സ്. നമ്മുടെ പ്രശ്നം അത് ഈ ഒരു കേസിൽ എങ്ങനെ ഡിസ്റ്റൻസ് കാണാം എന്നുള്ളതല്ല, നമ്മളൊരു ജനറൽ റിസൾട്ട് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ദി ഡിസ്റ്റൻസ് ഫ്രം ദിസ് വൺ, ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി. ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എന്താണ് ഈ ഡിസ്റ്റൻസ്? ഹിയർ ഇറ്റ് ഈസ് -3. ഞാനിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് -3 ആണെങ്കിൽ, ഈ നമ്പർ -3 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡിസ്റ്റൻസ് പറയുമ്പോൾ പോസിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൻ്റെ നെഗറ്റീവ് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ -3 എന്ന് പറയണം, പോസിറ്റീവാക്കി പറയാം. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മൈനസ് ചെയ്യാം. ഓക്കെ, ഇത്ര ഡിസ്റ്റൻസ് ദറ്റ് ഈസ് 3 ആണ്. അതായത് ഇതിൻ്റെ നെഗറ്റീവ് പറയണം, -3 എന്ന് പറയണം. ആ ഡിസ്റ്റൻസിൽ നിന്ന് മൈനസ് ചെയ്യണം ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇത് ഈ നമ്പറിനെ നോക്കി പറയുകയാണെങ്കിൽ ഈ നമ്പർ -1 ആണെങ്കിൽ ഡിസ്റ്റൻസ് -1 എന്നാണ്. അപ്പം ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ പറയാം? ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മൈനസ് ചെയ്തത് എന്ന് നമുക്ക് എങ്ങനെ പറയാം? -3, അതായത് ഈ ഡിസ്റ്റൻസിൽ നിന്ന് മൈനസ് ചെയ്യണം ദിസ് വൺ. ഇറ്റ് ഈസ് -1. ഓക്കെ, ലെറ്റ് us write it like this. AB is equal to -3. ഈ ഡിസ്റ്റൻസിൽ നിന്ന് അതാണ് -3. ഈ നമ്പറിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കുമ്പം ഈ ഡിസ്റ്റൻസ് ആക്കി പറഞ്ഞു, ഈ ഡിസ്റ്റൻസ് പറഞ്ഞു. അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്നു ഈ ഡിസ്റ്റൻസ്, അതെന്താ? -1. ഇതിൻ്റെ ഡിസ്റ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത് കണ്ടാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 3 - 1. ഇറ്റ് ഈസ് 3 - 1 എന്ന് പറയും. ഈ -3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ മൈനസ് അവിടെ നോക്കും. -1 എന്ന് പറയുന്നത് -1 ആണ്. therefore this one is 3 - 1. 3 - 1 we know it is 2 units. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ x1ൻ്റെയും x2ൻ്റെയും ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശം x1ഉം x2ഉം ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് എന്ന് പറയല്ല. എ എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഈ ഡയറക്ഷനിൽ എവിടെ ഉള്ളൊരു പോയിൻ്റ് ആയിരിക്കും.
ബി എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടുപുറത്ത്, ഈ തൊട്ട് എന്ന് പറയുന്നത് അത് എയുടെ ഈ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും നിലകൊള്ളുന്ന ഒരു പോയിൻ്റാണ് x20. ദെൻ വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി. അപ്പോൾ നമ്മൾ 0-യിൽ നിന്ന് എ നിൽക്കുന്നത് വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് 0-യിൽ നിന്ന് എ നിൽക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൽ നിന്ന്, അതായത് x1 ആണ് അവിടെയുള്ള നമ്പർ. അപ്പോൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ -x1, എ ബി ഈസ് ഈക്വൽ ടു -x1. അപ്പോൾ 0-യിൽ നിന്ന് എ നിൽക്കുന്ന ഡിസ്റ്റൻസ് പറഞ്ഞു, അവിടെ നിന്ന് മൈനസ് ചെയ്യണം എന്ത്, ബി നിൽക്കുന്നിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. ബിയുടെ സൂചിപ്പിക്കുന്ന കോർഡിനേറ്റ് x2 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് പറയുമ്പം -x2 എന്ന് പറയണം. therefore it is -x2. okay, that mean -x1 -x2 mean it is x2 -x1 എന്ന് പറയും. x2 -x1 കാരണം -x1 മൈനസ് എന്ന് പറഞ്ഞാൽ +x2, -x1 +x2 എന്നുള്ളതിന് x2 -x1 എന്ന് പറയും. ഇവിടെ x2 ആണ് ലാർജർ, x1 സ്മോളർ ആണ്. ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ. ഇൻ ദിസ് കേസ് ഓൾസോ വി സി the distance between 2 points on the x-axis, even though that 2 points are to the left side of 0, we see the distance between that 2 points is from the larger x coordinate we have to subtract smaller x coordinate. ഓക്കെ, ഇനി നമ്മൾ ഒരു കേസും കൂടി നമ്മൾ പറയുകയാണ്. അതായത് 2 പോയിൻറ്സും നിലകൊള്ളുന്നത് ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലുമാണെങ്കിൽ വാട്ട് അബൌട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദറ്റ് 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇവിടെയും ഒന്ന് ആ സൈഡിലുമാണെങ്കിൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദറ്റ് 2 പോയിൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പോയിന്റിനെ ഞാനിവിടെ എടുത്തു. ഈ -2-ലാണ് x10 കൊടുത്തത്. ഓക്കെ, നൗ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് x2-ന് എടുക്കാം. നമുക്ക് x20 നമ്മൾ ഇവിടെ എടുത്തു. സി, അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി നോ ദിസ് പോയിന്റ് ഈസ് -2 0 ആൻഡ് ദിസ് വൺ ഈസ് 3 0. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ കൗണ്ട് ചെയ്തെടുക്കാം. ഈ ഡിസ്റ്റൻസ് 3-യും ഈ ഡിസ്റ്റൻസ് 2 ആയതുകൊണ്ട് 3 + 2 5 യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് അറിയാം. ബട്ട് ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദാറ്റ് formula? What is the formula to find out if that 2 points are one at the left side and one at the right side? ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വി സി എ ബി ഈസ് ഈക്വൽ ടു, വേർ ഹിയർ എ ബി ഈസ് ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. നമ്മൾ ഈ നമ്പറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിലേക്ക്, ദറ്റ് ഈസ് 3+, ഈ ഡിസ്റ്റൻസിലേക്ക് ഈ ഡിസ്റ്റൻസ് ചേർക്കണം. 3 + what? 3+ this distance. What about this distance? It is ഈ ഡിസ്റ്റൻസ് ആണ് പറയേണ്ടത്. ഇറ്റ് ഈസ് -2. ഓക്കെ, ഈ ഡിസ്റ്റൻസിലേക്ക് ഈ ഡിസ്റ്റൻസ് പറയണം. നമ്പർ -2 ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? മൈനസ് ഓഫ് ദറ്റ് നമ്പർ. ഓക്കെ, 3 + -2 മീൻ ഇറ്റ് ഈസ് 3 + 2. രണ്ട് നെഗറ്റീവുകൾ പ്ലസ് ആവും. therefore 3 + 2 we know that one is 5 യൂണിറ്റ്സ് നമുക്ക് നോക്കി പറയാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? സി, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ഇറ്റ് ഇൻ ജനറൽ? ഇഫ് ദിസ് പോയിന്റ് ഈസ് x20 ഇവിടെ ഇതാണ് എന്നൊന്നും അർത്ഥമില്ല. ഇവിടെ എവിടെയെങ്കിലുമാണ് ആ x20 എങ്കിൽ x10 അവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദറ്റ് 2 പോയിന്റ്സ് എ ആൻഡ് ബി വി സി ഈ ഡിസ്റ്റൻസ് ആയ x2ലേക്ക് പ്ലസ് ചെയ്യാം. ദറ്റ് മീൻ അറ്റ് ദാറ്റ് ടൈം ദി ഡിസ്റ്റൻസ് എ ബി ഈസ് ഈക്വൽ ടു x2+. ഈ ഡിസ്റ്റൻസിലേക്ക് പ്ലസ് ചെയ്യണം, x2ലേക്ക് പ്ലസ് ചെയ്യണം ഈ ഡിസ്റ്റൻസ് നമ്പർ x1 ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ -x1 ആയിരിക്കും. ദറ്റ് ഈസ് -x1. ഓക്കെ, x2ലേക്ക് പ്ലസ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് -x1 ആണ്. therefore x2 + -x1 ഈസ് x2 - x1 എന്ന് പറയുമ്പോൾ x2 ഈസ് ഹിയർ ദി ലാർജർ നമ്പർ, x1 ഈസ് ഹിയർ ദി സ്മോളർ നമ്പർ. there also we see the distance between 2 points is larger number minus smaller number. In this case also we see the distance between 2 points is larger number minus smaller number. In all the case we see the distance between 2 points on the x-axis is always larger number minus smaller number. okay, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ wherever be the points, whether that 2 points are on the right side or left side or one at left and one at right, wherever be, always the distance between 2 points on x-axis is the larger x coordinate minus smaller x coordinate എന്നായിരിക്കും കിട്ടുക. എന്ന് പറയുമ്പോൾ 5ഉം 2 ആണെന്നുണ്ടെങ്കിൽ 5 - 2, ദാറ്റ് ഈസ് 5 - 2 എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ്സ് ആണെന്ന് പറയാം. ഒരു ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ മൈനസ് ചെയ്യുന്നതിന് പകരം തിരിച്ചാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ നേരെ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക.
ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ 5 - 2 കാണുന്നതിന് പകരം 5 - 2 കാണുന്നതിന് പകരം 2 - 5 കണ്ടാൽ കിട്ടുന്ന ആൻസർ ആദ്യം 3 ആണെങ്കിൽ പിന്നീട് കിട്ടുന്നത് -3 ആയിരിക്കും. 4 - 1 കാണുന്നതിന് പകരം 4 - 1 ഈസ് 3, 1 - 4 ആണ് കണ്ടത് എങ്കിൽ അത് -3 ആയിരിക്കും. അപ്പം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ എന്ന് ചെയ്യുന്നതിന് പകരം സ്മോളർ നമ്പർ എന്ന് ലാർജർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ നെഗറ്റീവ് സിമ്പിൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ശരിയായിരിക്കും. അപ്പം അങ്ങനെയും എഴുതാം. നമ്മൾ വലുതേത് ചെറുതേത് എന്ന് നോക്കാതെ ഏത് ഡയറക്ഷനിലും നമുക്ക് ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ, നെഗറ്റീവിനെ ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിൽ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് the distance between that 2 points. അത് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ let us write it. If x1 0, any 2 points on the x-axis will get their y-coordinate 0. x-axisലുള്ള ഏത് 2 പോയിന്റ്സിൻ്റെയും y-coordinate 0 ആയിരിക്കും. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ if x1 0 and x2 0 are 2 points on the x-axis, then the distance between them is x1 0യും x2 0യും x-axisലെ ഏതെങ്കിലും 2 പോയിന്റ്സ് ആണെങ്കിൽ ഇതിൽ ഏതാണ് ലാർജർ എന്ന് നമ്മൾ പറയുന്നില്ല. The distance between them is, നമ്മൾ x1 മൈനസ് x2 കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ലാർജറാണ് x1 എന്നുണ്ടെങ്കിൽ x1 മൈനസ് x2 സ്മോളർ ആണെന്നുണ്ടെങ്കിൽ ഈ ആൻസർ തന്നെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇനി ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇൻ ദാറ്റ് വേ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടാലും നമുക്ക് കിട്ടുന്ന ആൻസർ ശരിയാണ്. ഓക്കെ, ഇനി ഈ x1 സ്മോളറും x2 ലാർജറും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ നെഗറ്റീവായിരുന്നു ഈ കിട്ടുന്ന ആൻസർ. ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ആൻസർ തന്നെ പോസിറ്റീവ് ആണെങ്കിലും ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ദെർഫോർ ഹിയർ ദിസ് വൺ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. യു ഹാവ് ഇറ്റ് ടു നോട്ട് ദിസ് വൺ. ഇഫ് x1 0 and x2 0 be 2 points on the x-axis, then the distance between them is absolute value of x1 minus x2. Similarly, if x1 ഇതേപോലെ നമുക്ക് y ആക്സിസിലുള്ള 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയാനും ഇതേ കാര്യങ്ങളിലൂടെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 points on the y axis will be like this. They will be in the form of 0y1 and 0y2. y ആക്സിസിലുള്ള 2 പോയിന്റ്സിൻ്റെ x coordinate 0 ആയിരിക്കും. Therefore the distance between them is absolute value of y1 minus y2. ഓക്കെ, y ആക്സിസിലുള്ള 2 പോയിന്റ്സിൻ്റെ ജനറൽ ഫോം 0y1 and 0y2 ആയിരിക്കും. We can derive, as we have done it here, the distance between the 2 points on the y axis. If they are 0y1 and 0y2, then the distance between them is absolute value of y1 minus y2. Okay. Now, let us conclude the class. നമ്മൾ ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് തരാനുണ്ട്. ഇന്ന് സമയം ഏകദേശം ആയിട്ടുണ്ട്. പ്രോബ്ലംസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇത്രയും ചർച്ച ചെയ്ത ഭാഗത്ത് നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ സംശയങ്ങളുള്ള ഭാഗത്തേക്കൊക്കെ ഒന്നും കൂടി നിങ്ങൾ റിവേഴ്സ് എടുത്തിട്ട് ഒന്നുകൂടി കേൾക്കുക. ഓക്കെ, താങ്ക്സ്.